ഹലോ, നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻവെർട്ടറിന് പ്രത്യേകം ഒരു RCCB വെക്കേണ്ട ആവശ്യമില്ലെന്ന് പലരും പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നത്. എന്നാൽ അന്നത്തെ ആ വീഡിയോയിൽ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് ലൈനുമായി കണക്ട് ചെയ്യാതിരുന്ന അവസ്ഥയിലാണ് കാണിച്ചത്. അതിൽ RCCB കറണ്ടുള്ള സമയത്തും ഇല്ലാത്ത സമയത്തും എല്ലാം ട്രിപ്പ് ആകുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഐസൊലേറ്റഡ് ആകും. പക്ഷേ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഈ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് ലൈനുമായി കണക്ട് ചെയ്തതിന് ശേഷമുള്ള അവസ്ഥയാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഇൻവെർട്ടറിൻ്റെ ഈ ഔട്ട്പുട്ട് ലൈൻ നമ്മുടെ DBയുമായിട്ട് കണക്ട് ചെയ്ത് ആ ഭാഗത്തേക്കെല്ലാം ഇൻവെർട്ടർ സപ്ലൈ പോകുന്ന രീതിയിലാണ്. ഇനി ഈ കണ്ടീഷനിൽ ഇവിടെ ഒരു എർത്ത് ലീക്കേജ്, ഈ 7 വാട്ട്സിൻ്റെ LED ബൾബ് തന്നെയാണ് അതിന് വീണ്ടും ഉപയോഗിക്കുന്നത്. ഈ 7 വാട്ട്സ് LED ബൾബിൻ്റെ ഒരു ലീഡ് എർത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അടുത്തത് ഈ ബ്ലൂ വയറാണ്. അത് ഈ ഇൻവെർട്ടർ ലൈനിൻ്റെ ഈ ഒരു MCBയിൽ കണക്ട് ചെയ്യുന്നു. RCCB ട്രിപ്പായിട്ടുണ്ട്. ഇതിപ്പോൾ ടെസ്റ്റ് ചെയ്തത് കറണ്ട് ഉള്ള സമയത്തായിരുന്നു. ഇനി കറണ്ട് ഇല്ലാത്ത സമയത്ത് ഉള്ള ഭാഗമാണ് നോക്കുന്നത്. അതിനുവേണ്ടി വീണ്ടും മീറ്റർ ബോർഡിലെ കട്ടൗട്ട് ഫീസ് ഡിസ്കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ സപ്ലൈ ഓഫാണ്. ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടിൽ സപ്ലൈ ഇല്ല. ഇതാ ഇൻവെർട്ടർ ഓണായി, അതിൻ്റെ ഔട്ട്പുട്ടിൽ സപ്ലൈ വന്നിട്ടുണ്ട്. ആ ലീഡാണ് ഈ കാണുന്ന MCBയിലേക്കെല്ലാം പോയിരിക്കുന്നത്. അവിടെയാണ് ഈ 7 വാട്ട്സിൻ്റെ LED ബൾബ്, അതിൻ്റെ ഒരു ലീഡ് എർത്ത് ചെയ്തിട്ടുണ്ട്. അടുത്ത ലീഡാണ് ഈ ഫേസുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, RCCB ഓൺ പൊസിഷനിൽ തന്നെയാണ്. ദാ ബൾബ് പ്രകാശിച്ച് നിൽക്കുന്നു, പക്ഷേ RCCB ട്രിപ്പായിട്ടില്ല. എന്നാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടത് ഈ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് കണക്ഷൻ ലൈനുമായി കണക്ട് ചെയ്യാതിരുന്ന സമയത്ത് ഈ RCCB ട്രിപ്പായി. ഇപ്പോൾ ഇത് ട്രിപ്പായിട്ടില്ല, അത് ഓൺ പൊസിഷനിൽ തന്നെയാണ്. അപ്പോൾ ഈ കണ്ടീഷനിൽ നമുക്ക് ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഷോക്ക് ഏറ്റാൽ RCCB ട്രിപ്പാകുകയൊന്നുമില്ല. ഈ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് ലൈനുമായി കണക്ട് ചെയ്തപ്പോഴാണ് കറണ്ട് ഇല്ലാതിരുന്ന സമയത്ത് ഈ ബൾബ് പ്രകാശിച്ച് നിന്നു, പക്ഷേ RCCB ട്രിപ്പായില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് നോക്കാം. ഇത് പൊതുവെ സംഭവിക്കുന്നത് ലൈനിൽ ലീക്കേജ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ന്യൂട്രൽ ടു എർത്ത് ലീക്കേജ് ആണ്. ഫേസും എർത്തും തമ്മിലുള്ള ഒരു ലീക്കേജ് ആണെങ്കിൽ ഈ RCCB ട്രിപ്പാകുമായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ന്യൂട്രലും എർത്തും തമ്മിലുള്ള ലീക്കേജാണ്. അങ്ങനെ അതിൽ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ നോർമൽ കേസിലൊന്നും ഈ RCCB ട്രിപ്പ് ആകാറില്ല. എന്നാൽ അത് ന്യൂട്രലും എർത്തും തമ്മിൽ ഡെഡ് ഷോർട്ട്, അതായത് ഡയറക്റ്റ് ഷോർട്ട് ആണെങ്കിൽ മാത്രമേ ഈ RCCB ട്രിപ്പ് ആകാറുള്ളൂ. ഈ DBയിലെ ന്യൂട്രലും എർത്തും തമ്മിലുള്ള IR വാല്യൂ ടെസ്റ്റ് ചെയ്യാണ്. അതിനുവേണ്ടി IR ടെസ്റ്റ് 500 വോൾട്ട് റേഞ്ചിലാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രോബ് ഈ എർത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അടുത്ത പ്രോബ് ന്യൂട്രൽ ബാറിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇതിൽ കാണിക്കുന്ന റീഡിങ് 0 മെഗോമാണ്. 0 മെഗോം റീഡിങ് കാണിച്ചാലും ഇത് ഡെഡ് ഷോർട്ട് ആയിരിക്കില്ല. അതിൽ ഓംസ് വാല്യൂ ഉണ്ടാകും. പക്ഷേ ഈ മീറ്ററിൽ ഓംസ് വാല്യൂ റീഡ് ചെയ്യാത്തത് കൊണ്ടാണ്. ഈ ന്യൂട്രലും എർത്തും ഡയറക്റ്റ് ഷോർട്ടായിരുന്നുവെങ്കിൽ ഈ RCCB ട്രിപ്പ് ആകുമായിരുന്നു. പക്ഷെ അത് ഡയറക്റ്റ് ഷോർട്ടല്ല. ഈ IR ടെസ്റ്റർ ഇപ്പോൾ ഇതിൻ്റെ ഓംസ് റേഞ്ചിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ 2000 ഓംസ് വരെയുള്ള റീഡിങ് കിട്ടും. അതിലൊരു പ്രോബ് എർത്തിലും അടുത്തത് ന്യൂട്രലുമാണ് കൊടുക്കുന്നത്. ഇതിൽ കാണിക്കുന്നത് 66 ഓംസ് ആണ്. ഇത് നമുക്കൊരു മൾട്ടിമീറ്റർ ഉപയോഗിച്ചാണെങ്കിലും ഈ രീതിയിൽ ഈ വാല്യൂ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും ലോ വാല്യൂ ലീക്കേജ് ഉള്ളത് കൊണ്ടാണ് RCCB ട്രിപ്പ് ആകാതിരുന്നത്. അതിൻ്റെ കാരണം നമ്മൾ ഇൻവെർട്ടർ കണക്ട് ചെയ്ത് ലൈൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ലീക്കേജ് ഉള്ളപ്പോൾ അതുവഴി ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യപ്പെടും. അതേസമയം ഈ ന്യൂട്രലും എർത്തും തമ്മിൽ ഹൈ വാല്യൂ ആയിരുന്നെങ്കിൽ ഈ RCCB ട്രിപ്പ് ആകുമായിരുന്നു. പക്ഷേ ഇതിലത് ട്രിപ്പ് ആകാത്തത് ഇത് തമ്മിലുള്ള വാല്യൂ വളരെ ലോ വാല്യൂ ആയതുകൊണ്ടാണ്. ഇതിൽ നോർമലി വേണ്ടത് 1.5 മെഗോം മിനിമം വേണ്ട ഭാഗത്താണ് ഈ 66 ഓംസ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ന്യൂട്രലും എർത്തും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ലീക്കേജ് ഉണ്ടായാൽ RCCB ട്രിപ്പാവില്ല. പക്ഷെ നമുക്കറിയണമെങ്കിൽ ഇതേപോലുള്ള IR ടെസ്റ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ അതറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ലീക്കേജ് ഉണ്ടെങ്കിൽ ഇൻവെർട്ടറിന് പ്രത്യേകം RCCB കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇൻവെർട്ടർ ലൈനിൽ നിന്നും ഷോക്ക് ഏറ്റാൽ അത് വലിയ അപകടമുണ്ടാക്കും. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ട പോലെ RCCB ട്രിപ്പ് ആവില്ല. ഇങ്ങനെ ലീക്കേജ് വരുമ്പോൾ ഒരിക്കലും ഈ ഇൻവെർട്ടർ ഐസൊലേറ്റഡ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ കണ്ട ഈ ന്യൂട്രൽ ടു എർത്ത് ലീക്കേജ് ചെക്ക് ചെയ്തപ്പോൾ ഈ ഫ്രിഡ്ജിലാണ് ആ പ്രശ്നം കാണിച്ചത്. ഫ്രിഡ്ജിൻ്റെ കോഡ് അതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ കോഡിലൊരു IR ടെസ്റ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുകയാണ്. IR ടെസ്റ്ററിൻ്റെ ബ്ലാക്ക് പ്രോബ് കോഡിൻ്റെ എർത്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. റെഡ് പ്രോബ് ന്യൂട്രലുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് 66 ഓംസ് ആണ്.
നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ DB ചെക്ക് ചെയ്തപ്പോൾ അതിൽ കാണിച്ചതും 66 ഓംസാണ്. അപ്പോൾ ഈ ഫ്രിഡ്ജിൽ നിന്നുമാണ് ഈ പ്രശ്നമുണ്ടായത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് RCCB ട്രിപ്പ് ആയാൽ പോലും അത് ഇങ്ങനെയുള്ള കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഇൻവെർട്ടർ ഐസൊലേറ്റഡ് ആവില്ല. കാരണം ഇതുവഴി ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും. ഈ ന്യൂട്രൽ ടു എർത്ത് ലീക്കേജ് വഴി ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇലക്ട്രിക് ഷോക്ക് കേൾക്കും. അപ്പോൾ ഇവിടെ കണ്ടത് ഈ ഫ്രിഡ്ജിലായിരുന്നു ന്യൂട്രൽ ടു എർത്ത് ലീക്കേജ് വന്നത്. ഇത് സീലിംഗ് ഫാനുകളിൽ വരാം, അതേപോലെ തന്നെ മോട്ടോർ, ഇതിലൊക്കെ ഇത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ന്യൂട്രൽ ടു എർത്ത് ലീക്കേജ് വന്നാലും RCCB ട്രിപ്പ് ആകത്തില്ല. പക്ഷേ അത് ഡയറക്റ്റ് ഷോർട്ട് ആണെങ്കിൽ മാത്രമേ RCCB ട്രിപ്പ് ആകാറുള്ളൂ. നമ്മുടെ വീട്ടിൽ ചെയ്തിരിക്കുന്ന എർത്ത് പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ ഡയറക്റ്റ് ഷോർട്ട് ആയാൽ പോലും RCCB ട്രിപ്പ് ആകാറുള്ളൂ. അപ്പോൾ ആ എർത്ത് അല്പം വീക്ക് ആണെങ്കിൽ ട്രിപ്പ് ആവില്ല. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. RCCB ട്രിപ്പ് ആയാൽ ഇൻവെർട്ടർ ഐസൊലേറ്റഡ് ആകുമെന്നാണ് പൊതുവെ ധരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതേപോലുള്ള പ്രശ്നങ്ങൾ ലൈനിലുണ്ടെങ്കിൽ ഒരിക്കലും അത് ഐസൊലേറ്റഡ് ആവില്ല. നമുക്ക് അതിൽ നിന്നും ഷോക്ക് കേൾക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ആ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ നിർബന്ധമായും ഒരു RCCB കണക്ട് ചെയ്യേണ്ടതാണ്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ്. ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.